ഹലോ മലയാളി മക്കളെ, അപ്പോൾ വീക്കിലി ടാസ്ക് ഇന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഗേൾസ് ഒറ്റുകാരനെ ചർച്ച ചെയ്യുകയാണ്. മുത്തുകുമാറിനാക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഒടുവിൽ നമ്മുടെ ശിവകുമാറിനെയാണ് കേട്ടോ ആക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സാച്ചന എൻട്രി ചെയ്യുന്നുണ്ട് മഹാറാണിയായിട്ട്. അപ്പം സാച്ചനയ്ക്ക് വേണ്ടി പാട്ട് പാടുന്നുണ്ട് പ്രജകളൊക്കെ, അതായത് ആ നാട്ടിലെ പ്രജകൾ. റാണവും എൻട്രി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ ആ നാട്ടിലെ പ്രജകളും പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അൻഷിത അവിടെ ജോലി തിരക്കി വരുന്നതായിട്ടാണ് ഗേൾസിൻ്റെ ടീമിൽ വരുന്നത്. എന്നിട്ട് പിന്നീട് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. വർഷിനിയും ജോലി അന്വേഷിച്ച്, അതായത് അനിയത്തി ഒളിച്ചോടിപ്പോയി നാട്ടുകാർ എന്നെ തല്ലി ഓടിച്ചു അങ്ങനെ പറഞ്ഞിട്ടാണ് വരുന്നത്. വർഷിയും പെൻഡിങ് വെക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അരുണും ആനന്ദിയും ലവേഴ്സാണ്, ഞങ്ങൾ നാട് വിട്ട് വന്നു, അവർ അച്ഛൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം റാണവിൻ്റെ ആ നാട്ടുകാർ പിന്നെ ആ രാജാവ് അവരെ രണ്ടിനെയും ജോലിക്ക് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുത്തുകുമരനാണെങ്കിൽ ഇപ്പുറത്തെ ഗേൾസിൻ്റെ ആ വഴി വന്നപ്പോഴത്തേക്ക് മുത്തുകുമരൻ ഒരുമാതിരി മെൻ്റൽ പോലെ കാണിച്ചിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അവിടെ കാണിച്ചു. അതേമ്പം മുത്തുകുമരൻ അവിടെ അടച്ചിടുന്നുണ്ട്. അതേമ്പം ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശാലിനാണ് ശിക്ഷ കൊടുത്തിരിക്കുന്നത്, ചെയ്യുന്നുണ്ട്. അതേമ്പോൾ മുത്തുകുമരനെ പറഞ്ഞു വിടുവാണ് കേട്ടോ. ജെഫ്രി അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ ആ വര കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജെഫ്രിക്കും ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഒത്തിരി തവണ അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഫസ്റ്റ് പടി കടക്കാനുള്ള 5 പടിയും കടന്നെങ്കിൽ മാത്രമേ ആ മെയിൻ കസാര ആ ചെയർ കിട്ടത്തുള്ളൂ. എന്നാലേ ആ രാജ്യം ഫുള്ളും, അതായത് പെണ്ണുങ്ങളും ആണുങ്ങളും ചേർന്നുള്ള രാജ്യം ഫുള്ളും ഭരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രജകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അതായത് ഗാർഡൻ ഏരിയയിൽ കളിമണ്ണ് കുറേ വെച്ചിട്ടുണ്ടാവും. അതിൽ ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഉണ്ടാക്കി പ്രദർശനം പോലെ നടത്തുക. എന്നിട്ട് നമ്മുടെ ദളപതികൾ വന്നിട്ട് അതിനൊരു എമൗണ്ട് ഫിക്സ് ചെയ്യും. എന്നിട്ട് അത് ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് ഏറ്റവും കൂടുതൽ എമൗണ്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ ആ ടാസ്കിൽ വിജയിക്കുമെന്നാണ്. അപ്പം ആണുങ്ങളിൽ 5 പേരും പെണ്ണുങ്ങളിൽ 4 പേരേ ഉള്ളൂ. അപ്പോൾ പിന്നെ ആണുങ്ങളും 4 പേരാക്കി. എന്നിട്ട് അവരെല്ലാം കൂടെ കളിമണ്ണ് ശേഖരിച്ച് പണിയാൻ തുടങ്ങുകയാണ്. മുത്തുകുമാർ, ശിവകുമാർ, ആനന്ദി, അരുണ അത് ബോയ്സ് ടീം, ജാക്ലിൻ, സത്യ, അൻഷിത, വർഷിനി ഒരു ഗേൾസ് ടീം. അവരങ്ങനെ ടാസ്ക് ചെയ്യുകയാണ് കേട്ടോ. അത് ചെയ്യുമ്പം നമ്മുടെ വർഷിനി ഇങ്ങനെ കളിമണ്ണ് ഇങ്ങനെ എടുത്തെറിയുമ്പോഴത്തേക്ക് അൻഷിത വഴക്കുണ്ട്. അങ്ങനെ എറിഞ്ഞാണോണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയത് പോയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആർഗ്യുമെൻ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ദീപക്കും റാണവും റയാനും കൂടെ പ്ലാൻ ചെയ്യുകയാണ് അയൽ രാജ്യത്തെ രാജ്ഞിയുടെ ആ ചെങ്കോൽ അടിച്ചു മാറ്റുക എന്നത്. അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ചെങ്കോലിൽ അടിച്ചു മാറ്റുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് റാണി തപ്പുമ്പോഴാണ് ചെങ്കോൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് മഞ്ചരി അപ്പോൾ തപ്പുവാണ്. അപ്പുറത്തെ വീട്ടിലൊക്കെ കയറി തപ്പുന്നു. അപ്പോൾ അത് റാണവ് കാണുന്നുണ്ട്, അതായത് രാജാവ് കാണുന്നുണ്ട്. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യല്ല. തർഷിക വന്ന് അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പം റാണിക്കെതിരെ ഒരു വാക്യം സംസാരിക്കാൻ പറയുമ്പോൾ അതെനിക്ക് പറ്റത്തില്ല, അത് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല, പക്ഷേ ഞാനാണ് തെറ്റ് ചെയ്തേ എന്ന് തർഷിക പറയുന്നുണ്ട് കേട്ടോ. അത് ചെയ്യുമ്പം നമ്മുടെ സൗന്ദര്യ തപ്പി ഒന്ന് പോകുന്നുണ്ട്. സൗന്ദര്യ കൈയോടെ ജെഫ്രി പിടിക്കുന്നുണ്ട്. ടാസ്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതേപോലെ വാക്യം പറയാനാണ് പറയുന്നത്. പക്ഷേ സൗന്ദര്യം ചെയ്യുന്നില്ല. സൗന്ദര്യ ആ നാട്ടിൽ തന്നെ പിടിച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് വന്ന് ഡെയിലി ടാസ്ക്, നോമിനേഷൻ ഫ്രീയുടെ 2ാമത്തെ ടാസ്ക്കാണ് നടക്കുന്നത്. അതായത് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു മാപ്പ്, നമ്മുടെ ഭൂഖണ്ഡത്തിൻ്റെ മാപ്പ് ഉണ്ടാവും. അത് കൃത്യം രാജ്യങ്ങൾ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ അത് അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് വെക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അപ്പോൾ ബോയ്സിൽ ദീപക്കും ശിവകുമാറും അതേപോലെ ഗേൾസിൽ മഞ്ജരിയും വർഷിനിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ബോയ്സ് വന്ന് 20-17 ഗേൾസ് വന്ന് 20-11 ശരിയാക്കുന്നത്. അപ്പോൾ ബോയ്സാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ 2ാമത്തെ ടാസ്കിൽ അവർ ജയിച്ചുകൊണ്ട് തന്നെ നോമിനേഷൻ ഫ്രീ എന്നുള്ളത് ബോയ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവർ വന്നിട്ട് ചർച്ച ചെയ്ത് ശിവകുമാറിനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യത്തെ പടി അവരാണ് കേട്ടോ ജയിച്ചിട്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ സൗന്ദര്യം വീണ്ടും ടാസ്ക് ചെയ്യുന്നു. അപ്പം നല്ല രീതിയിൽ ദീപക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അതായത് ആ ചെങ്കോലിനെ വന്നിട്ട് കുച്ചി എന്നാണ് സൗന്ദര്യം പറഞ്ഞത്, അത് വെച്ച് തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പം മുത്തുകുമാറാണെങ്കിൽ കളിപ്പാട്ടത്തിൽ നിന്നും, അതായത് അവരുണ്ടാക്കിയ ഉപകരണത്തിൽ നിന്നും ഒരെണ്ണം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കൈയോടെ വർഷിനി പിടിക്കുന്നുണ്ട്. ഒറ്റുകാരൻ ശിവയാണ്, അത് ജെഫ്രി കാണുന്നുണ്ട്. അതായത് പവിത്ര രാജമാതയായിട്ട് അവിടെയാണ്. എന്നിട്ട് കാര്യങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ചെങ്കോല് കാണുന്നില്ല, അത് നീ തപ്പി കണ്ടുപിടിച്ച് തരണമെന്ന് പറയുമ്പോൾ ഓക്കെ എന്നൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ജെഫ്രി കാണുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് തന്നെ ഒറ്റുകാരൻ ആരാണ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് രാജാവ് ശിവകുമാറിനോട് തന്നെ പറയുകയാണ് കേട്ടോ. അത് ചെയ്യുമ്പം നമ്മുടെ സാച്ചിനെയും മഞ്ജരിയും കൂടെ പറഞ്ഞിട്ട് ഒറ്റുകാരനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കുന്നത് ജെഫ്രിയും റാണവും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അടുത്ത പടിക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ നമ്മൾ ഉണ്ടാക്കിയില്ല ആ ഉപകരണങ്ങൾ
പ്രദർശനം പോലെ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് അത് ഒരു 10 വെക്കുക. അതിൽ നല്ലതിന് നോക്കി ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് പെട്ടി വെക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളും ചെയ്ത് കഴിഞ്ഞ് എക്സ്പ്ലനേഷനും വേണം, എന്താണ് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം, ഇതെന്തുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ളതൊക്കെ പറയണം. അങ്ങനെ വന്നിട്ട് ബോയ്സ് വന്ന് 3130 രൂപയ്ക്കും ഗേൾസ് വന്ന് 2900 രൂപയ്ക്കുമാണ് കേട്ടോ മൊത്തം കോയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മൊത്തം വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോയ്സ് ജയിച്ചു. രണ്ടാമത്തെ പടിയും ആണുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 പടി കിട്ടിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ചെങ്കോല് രാത്രിയായപ്പോൾ തന്നെ ടാസ്കൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ചെങ്കോല് തപ്പി സാച്ചിന നടക്കുകയാണ് അപ്പുറത്ത് പിടി. അപ്പോൾ ആണുങ്ങളെല്ലാം ഗാർഡൻ ഏരിയയിൽ വന്നിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ സാച്ചിന തപ്പുന്നുണ്ട്, പവിത്ര തപ്പുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം അവരുടെ ചെങ്കോല് കിട്ടി. ആ ചെങ്കോലും വാളും എല്ലാം അടിച്ചു മാറ്റി ഇപ്പുറത്ത് കൊണ്ട് വെക്കുന്നുണ്ട്. കൂടെ ഇവരുടെ ചെങ്കോലും കിട്ടിയിട്ടോ. ആ ചെങ്കോൽ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ റാണു കൈയോടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ സാച്ചിനെയും പവിത്രയും പറയുന്നുണ്ട്, ഞങ്ങളുടെ ചെങ്കോല് തന്നാൽ അപ്പം റാണു അവരുടെ ചെങ്കോല് വാങ്ങുന്നുണ്ട്, ഞങ്ങളുടെ ചെങ്കോല് തന്നാൽ നിങ്ങളുടെ ചെങ്കോല് തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം റാണു ഗേൾസിന്റെ ചെങ്കോല് വന്നിട്ട് സാച്ചനയുടെ കയ്യിലും ആണുങ്ങളുടെ ചെങ്കോല് സാച്ചനയുടെ കയ്യിലാണ്. അത് തിരിച്ച് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് റയാൻ്റെ എൻട്രി. എന്നാടാ നീ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കഷ്ടപ്പെട്ടല്ലേ അത് അടിച്ചു മാറ്റിക്കുന്നത്. ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഗാർഡൻ ഏരിയയിലില്ലേ, നിനക്കൊന്നും ആലോചിക്കത്തില്ല, നീ എന്നെ പണിയായി കാണിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അവർ ആഹ്ലാദത്തോടെ നടക്കുന്നു, കാരണം അവരുടെ സാധനം കിട്ടില്ല, ഇനി അവർ സൂക്ഷിച്ചു വെക്കും. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ചെറുതായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് വലിയ രീതിയിൽ നൈറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു. ഇനി ബാക്കി 3 പടികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും. എന്താകും എന്ന് കണ്ടറിയാം കേട്ടോ.